തോറ്റ് തൊപ്പിയിട്ടതിൽ പിന്നെ അഖിൽ മാരാറിന്റെ ആദ്യ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മലയാളിക്കാര. ഇപ്പോൾ ഇതാ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ. അഖിലിന്റെ ആദ്യ പ്രതികരണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രേക്ഷകരെല്ലാവരും പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഇന്നലെയായിരുന്നു മെയ് 4. അതുകൊണ്ട് തന്നെ ഇന്നലെയാണ് റിസൾട്ട് പ്രഖ്യാപനം നടക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ ഞാനും ഭാര്യയും ആശുപത്രിയിലാണ് എന്നും ഞങ്ങളുടെ വിജയാഘോഷങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ വെച്ചായിരിക്കുമെന്ന് തന്നെയായിരുന്നു അഖിൽ മാരാർ വ്യക്തമാക്കിയത്. എല്ലാവരും ആഘോഷിക്കൂ എന്നും കൂടെ അഖിൽ തന്റെ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തിരുന്നു. ഭാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നും വിശ്രമം വേണമെന്നുമായിരുന്നു അഖിൽ മാരാർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചുകൊണ്ടും എത്തിയത്. എന്നാൽ ഇപ്പോൾ ഇത് ആദ്യമായി പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അഖിൽ. 9,500 വോട്ടുകളായിരുന്നു ആദ്യം അഖിലിന് ലഭിച്ചത്. എന്നാൽ പിന്നീട് അത് 21,000 വോട്ടുകൾ വരെ എത്തി. ഇപ്പോൾ ഇത് വോട്ട് ചെയ്ത 21,000 ആളുകൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നന്ദി എന്നായിരുന്നു അഖിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. എന്നാൽ അഖിലിനേക്കാൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് 25,000 കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് അഖിലിനെതിരെ നിന്നിരുന്ന സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിജയം തന്നെയാണ്. അഖിൽ മാരാർ തോറ്റു തൊപ്പിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. വ്യത്യസ്തമായ നിലപാടുകൊണ്ട് നിലപാടിന്റെ രാജകുമാരൻ എന്നാണ് അഖിൽ മാരാറിനെ പലരും കളിയാക്കി വിളിക്കാറുള്ളത്. ഇന്നുള്ള നിലപാടായിരിക്കില്ല നാളെ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്കും BJPയിലൂടെ 2020യിലും കൂടെ മത്സരിച്ച് സ്ഥാനാർത്ഥിയായെത്തി വിജയം കരസ്ഥമാക്കാമെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. എന്നാൽ ബിഗ് ബോസിൽ വിജയിച്ചതുപോലെയല്ല രാഷ്ട്രീയത്തിൽ വിജയിക്കാനുള്ള കരുത്ത് എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയും ചെയ്തു. പിണറായി വിജയൻ ഭരിച്ചിരുന്ന ഈ നാട്ടിൽ 3 താമരയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ് അഖിൽ മാരാർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ കുറിച്ച കുറിപ്പ്. നിരവധി പേരാണ് അഖിലിന് വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ടും ഇതിനോടകം തന്നെ എത്തിയത്.